തിരുവനന്തപുരം മേയറെ തീരുമാനിക്കുന്നതിൽ ബിജെപിയിൽ തർക്കം. വി രാജേഷിനും ആർ ശ്രീലേഖയ്ക്കുമായി നേതാക്കൾ രണ്ട് തട്ടിലാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്തുണയും ശ്രീലേഖയ്ക്കില്ലെന്നാണ് വിവരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും കരമനാജിത്തും ശ്രീലേഖയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, നിലവിൽ ശ്രീലേഖയ്ക്കായിരുന്നു കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആർക്കാണ് സാധ്യത കൂടുതൽ? എന്താണ് നിലവിലെ സാഹചര്യം? നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. പക്ഷേ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വലിയ തർക്കം ബി.ജെ.പിയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾക്കും രണ്ട് അഭിപ്രായമാണ് ഉള്ളത്. ശ്രീലേഖയെ ആക്കാൻ വേണ്ടി ഒരു വിഭാഗം ശക്തമായി തന്നെ രംഗത്തുണ്ട്. എന്നാൽ ശ്രീലേഖ ആ രീതിയിൽ രാഷ്ട്രീയ പരിചയമുള്ള ആളല്ല. അതിശക്തരായ പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരും. അപ്പോൾ രാഷ്ട്രീയ പരിചയമുള്ള ആൾ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ രാജേഷ് വേണമെന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ ശക്തമായിരുന്നു. പക്ഷേ ശ്രീലേഖയെ മത്സരിപ്പിച്ച് തന്നെ മേയറാക്കാമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കളെടുത്തു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ശ്രീലേഖയ്ക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖരം രാജേഷിനെ മേയറാക്കുന്നതിനോട് അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു ചില പേരുകൾ കരമനാജിത്ത് ഉൾപ്പെടെയുള്ള പേരുകളും പരിഗണിക്കപ്പെടുന്നുണ്ട്. തർക്കം വന്നാൽ ശ്രീലേഖ തർക്കം വന്നാൽ കരമനാജിത്ത് പോലുള്ള പേരുകൾ ഒരുപക്ഷെ മുന്നിലേക്ക് വന്നേക്കാം. ഏതായാലും വലിയ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നു. ജില്ലയിലെ പ്രധാന നേതാക്കളായ എസ് സുരേഷ് ഇപ്പോൾ രാജേഷിനെ മേയറാക്കുന്നതിനോട് യോജിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജില്ലാ അധ്യക്ഷൻ കരമന ജയന് രാജേഷിന് താല്പര്യമില്ല, ശ്രീലേഖ തന്നെ വരട്ടെ എന്നൊരു നിലപാട് കരമന ജയനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു വലിയ തർക്കം ബി.ജെ.പിയിൽ ഉണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. അദ്ദേഹം കേന്ദ്ര നേതാക്കളുമായും ചർച്ച നടത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യഘട്ടത്തിൽ ശ്രീലേഖയെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം. പക്ഷേ ഇപ്പോൾ അത്ര ഒരു പിന്തുണ അവിടെ നിന്നും ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അല്പസമയം മുമ്പ് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയനും സിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷൻ കരമന ജയനും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും ശ്രീലേഖയെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. രാവിലെ അവർ ബി.ജെ.പി ആസ്ഥാനത്ത് എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവർ അവിടെ എത്തിയിരുന്നില്ല. അവർക്ക് ഈ ഒരു തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. അവരെ പരിഗണിക്കാത്ത തീരുമാനത്തിൽ അതൃപ്തിയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും തർക്കം ഇപ്പോഴും തുടരുകയാണ് ബി.ജെ.പിയിൽ ആരാകും മേയർ എന്നതിനെ ചൊല്ലി. പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അധികം വൈകാതെ പ്രഖ്യാപനമുണ്ട്. ഉച്ചയോടുകൂടി പ്രഖ്യാപനം, ഡൽഹിയിൽ പ്രഖ്യാപനമെന്നായിരുന്നു ബി.ജെ.പി നേതൃത്വം നേരത്തെ അറിയിച്ചത്. പക്ഷേ ഇതുവരെയും ആ പ്രഖ്യാപനത്തിൽ കടക്കാൻ ബി.ജെ.പിക്ക് ആയിട്ടില്ല. അതിന് കാരണം ഈ തർക്കം തന്നെ എന്ന സൂചനയാണ്. രാജേഷോ ശ്രീലേഖയോ എന്ന തർക്കം. ഇപ്പോൾ രാജേഷിൻ്റെ പേരിന് ഒരല്പം കൂടി മുൻഗണന ലഭിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. പക്ഷേ ശ്രീലേഖയ്ക്ക് വേണ്ടി ശക്തമായ ചരടുവലികൾ നടക്കുന്നു. ആദ്യമായി ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിന് അവസരം ലഭിക്കുമ്പോൾ ഒരു വലിയ തർക്കവുമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേയർ തീരുമാനിച്ചാൽ മാത്രമേ ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയൂ. ശ്രീലേഖ മേയറായ ഡെപ്യൂട്ടി മേയർ പദവികളിൽ വനിതകളാകും. അതും ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുള്ളവർ ബി.ജെ.പിയിൽ ഉണ്ട്. അതിശക്തമായ പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരും. CPM-നും അതുപോലെ തന്നെ LDF-നും UDF-നും പ്രധാനപ്പെട്ട നേതാക്കൾ കൗൺസിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമല്ല. അക്ഷരാർത്ഥ ജാണിമേൽ കളിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഒരു കേവല ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ഇല്ല. അത് സ്വതന്ത്രനെ കൂടി പിന്തുണയോടുകൂടി ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി.ജെ.പി നടത്തുന്നുമുണ്ട്. എന്തായാലും മേയറുടെ കാര്യത്തിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ്. അധികം വൈകാതെ പ്രശ്നം പരിഹരിക്കാമെന്ന് നേതൃത്വം പറയുമ്പോഴും എങ്ങനെയാകും ഈ ഒത്തുതീർപ്പ് ഫോർമുല എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.